الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون قرآنا تبيانا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. കഴിഞ്ഞ സെഷനിൽ നാം പഠിച്ചത് ജുംലത്തുൽ ഫെയിലിയ ക്രിയാവാക്യങ്ങളിൽ കർത്താവിൻ്റെ അടയാളം പഠിച്ചു, കർമ്മത്തിൻ്റെ അടയാളം പഠിച്ചു, പിന്നെ അതിൻ്റെ വിശദീകരണമുണ്ട്. ഏതെല്ലാം രീതിയിൽ എൻ്റെ കർമ്മത്തിൻ്റെ അടയാളങ്ങൾ വരും, കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും ഉദാഹരണങ്ങൾ, അതിൻ്റെ ഫതഹ്, കർത്താവിൻ്റെ അടയാളമായ ലമ്മത്ത്, അതേപോലെ കർമ്മത്തിൻ്റെ അടയാളമായ ഫതഹത്ത്, ഇവ വരുന്ന ഘടനകളാണ് പറഞ്ഞത്. അതായത് ഫതഹത്തായി വരുന്ന ഘടനകൾ, ലമ്മത്തായും ഫതഹത്തായും വരുന്ന ഘടനകൾ. മൂസ എന്ന നാമത്തിൽ പ്രത്യക്ഷത്തിൽ വരില്ല എന്നും പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് അതുവരെയുള്ളത് ഓക്കെ ആണല്ലോ. ഇതുവരെയുള്ളത് ഓക്കെയാണ്, ഓവർ ഡോസ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും ഓവർ ഡോസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും ഓവർ ഡോസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അത് നോർമൽ ഡോസ് ആണോ? ഇല്ല. ഓവർ ഡോസ് ആയിട്ട് തോന്നാത്തവർ പറയുന്നു ഓവർ ഡോസ് ആയിട്ട് തോന്നിയിട്ടില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇല്ല ഇല്ല, ഓവർ ഡോസ് അല്ല, നോർമൽ ഡോസ് ആണ്. അതായത് നമ്മളിപ്പോ ഡോക്ടറിന് അറിയാം, രാവിലെ ഒരു ഗുളിക, ഉച്ചയ്ക്ക് ഒരു ഗുളിക, വൈകുന്നേരം ഒരു ഗുളിക കുടിക്കാൻ പറഞ്ഞു. അത് മൂന്നും കൂടെ ഇന്നലെ കൊടുത്തില്ല, അതുകൊണ്ട് ഇന്നലത്തെയും കൂടെ, ഇന്നലത്തെ 3 എണ്ണം കൂടെ ഇന്ന് രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഇന്ന് രാവിലത്തെ മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചിത് സ്കിപ്പ് ചെയ്തിരുന്നു. നേരത്തെ തീരെ പഠിപ്പിക്കാത്ത ബാച്ചുണ്ട്, അതേപോലെ ഈ ബാച്ചിൽ നമ്മൾ നേരത്തെ പഠിപ്പിച്ചിരുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്, എൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്, അതുകൊണ്ട് അത് പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആവശ്യമായ ബ്രേക്ക് കൊടുത്തിട്ട് പഠിപ്പിക്കേണ്ട ഇടവേള കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വിതിൻ ദ വീക്ക്, വരുന്ന ഇടവേളയുള്ള ആഴ്ചയിൽ ഇത് ഖുർആൻ വായിച്ച് തന്നെ പരിശോധിക്കണം. ഒരാഴ്ചയിൽ വായിച്ച് പരിശോധിച്ചേ പോകാവൂ, പ്രാക്ടീസ് ചെയ്യണം. ഇനി നോക്കേണ്ടത് നാമാന്ത്യം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നാമാന്ത്യം പുല്ലിംഗ ബഹുവചനങ്ങളിൽ എങ്ങനെ ഇരിക്കുമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. നാമാന്ത്യം പുല്ലിംഗ ബഹുവചനങ്ങൾ. പുല്ലിംഗ സുരക്ഷിത ബഹുവചനമാണ് കേട്ടോ. പുല്ലിംഗ ബഹുവചനം എന്ന് എടുത്തു പറയുന്നിടത്തെല്ലാം പുല്ലിംഗ സുരക്ഷിത ബഹുവചനത്തെ കുറിച്ചാണ് പറയുന്നത്. മുസ്ലിമൂൻ, മുഅ്മിനൂൻ, സ്വാലിഹൂൻ എന്ന് പറയുന്ന സംഗതിയിൽ അത്തരം ബഹുവചനങ്ങളിൽ എങ്ങനെ വരുമെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അവയുടെ നാമത്തിന്റെ അന്ത്യം എങ്ങനെ ഇരിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇതുവരെ നാമങ്ങളെ വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചിരുന്നില്ല. എങ്ങനെയുള്ള നാമങ്ങളാണ് പുല്ലിംഗ സുരക്ഷിത ബഹുവചനങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റ് നാമങ്ങൾ എന്ത് നാമങ്ങളാണ് എന്നറിയണ്ടേ? അതിന് സാധാരണ ഏകവചനം, ആ നാമാന്ത്യത്തിന്റെ അവലോകനം നമ്മൾ നേരത്തെ പഠിച്ച നാമങ്ങൾ എങ്ങനെയുള്ള നാമങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പൊ ഖലഖല്ലാഹു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എന്ന നാമത്തിന് മുകളിൽ ലമ്മത്തുണ്ട്. അള്ളാഹു എന്ന നാമം ഏകവചനമാണ്. അൽ അർദ് ഏകവചനമാണ്, അവിടെ ഫതഹത്തുണ്ട്. അപ്പോ സാധാരണ നാമങ്ങളിൽ ലമ്മത്തും ഫതഹത്തുമുണ്ട്. വനാദ നൂഹൻ എന്നത് സാധാരണ ഏകവചന നാമമാണ്. അവിടെ എന്തുണ്ട്? ലമ്മ തെൻവീനുണ്ട്. ഇബ്നഹു എന്ന് പറഞ്ഞെടുത്ത് ഇബ്നിന് ഫതഹുണ്ട്. ഇവിടെ ഫതഹത്തിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. വജഅല ലക്കുമുൽ അർദ ഫിറാശൻ, അവിടെ എന്തുണ്ട്? ഫതഹ തെൻവീനുണ്ട്. ഫി ജീദിഹ എന്ന് പറഞ്ഞെടുത്ത് ഏകവചനമാണ്, അതിന് ജീദിന് കസറുണ്ട്. ഹബലുൻ നേരത്തെ പറഞ്ഞ ലമ്മ തെൻവീൻ. മിൻ മസദിൻ, മിൻ വന്നത് കാരണം അവിടെ കസർ വന്നു, കസർ തെൻവീനാണ്. അപ്പോൾ സാധാരണ നാമങ്ങളിൽ
ലമ്മത്ത് വരാം, ഫത്തഹത്ത് വരാം, ലമ്മ തെൻവീൻ വരാം, ലമ്മ തെൻവീൻ വരാം, ഫത്തഹ തെൻവീൻ വരാം, കെസ്ർ വരാം, കെസ്ർ തെൻവീൻ വരാം. ഓക്കെ, ഇതാണ് സാധാരണ നാമങ്ങൾ. സാധാരണ നാമങ്ങളുടെ അവസാനം ഏത് അടയാളവും വരാം. അതിന്റെ സാഹചര്യം സന്ദർഭം അനുസരിച്ച് ഏത് അടയാളവും വരാം. സാധാരണ നാമങ്ങൾ, സാധാരണ ഏകവചന നാമങ്ങൾ. ഇനി സാധാരണ അല്ലെങ്കിൽ അസാധാരണ സാധാരണ ഏകവചന നാമങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ നാമങ്ങളിൽ നോർമലി ഫത്തഹോ കസറോ ലമ്മോ, ഫത്തഹ തെൻവീനോ കസർ തെൻവീനോ ലമ്മ തെൻവീനോ വരാം, അതിന്റെ അവസ്ഥ അനുസരിച്ച്. ഇനി അസാധാരണ ബഹുവചനം അഥവാ ബ്രോക്കൺ പ്ലൂറൽസ്, അസ്മാഉൻ, സുദൂറുൻ എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ബഹുവചനങ്ങളിലാണെങ്കിൽ അതിലും ഈ പറഞ്ഞതുപോലെ അല്ലമ ആദമൽ അസ്മാ, അവിടെ ഫതഹത്ത് വന്നു. ഫീ സുദൂരി നാസി, അവിടെ കസ്റത്ത് വന്നു. ഉലൈക അസ്ഹാബുൽ, സുദൂറിന് കസ്റ വന്നു. ഇവിടെ അസ്ഹാബിന് ലമ്മത്ത് വന്നു. ഫീഹ കുതുബുൻ, ബഹുവചനമാണല്ലോ കുതുബുൻ, കുതുബിന് ലമ്മത്ത്, ലമ്മ തൻവീൻ വന്നു. അപ്പോ അതിനും എന്ത് വരാം? ഫതഹ കസ്റ ലമ്മ തെൻവീനൊക്കെ വരാം. അപ്പോൾ സാധാരണഗതിയിൽ ഏകവചനവും അസാധാരണ ബഹുവചനവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവയ്ക്ക് എന്ത് അടയാളവും അതിൻ്റെ ഘടന അനുസരിച്ച് വരാം. ലമ്മ ഒരിടത്ത് ലമ്മ്, ഫത്തഹ ഒരിടത്ത് ഫത്തഹ, കസ്റ ഒരിടത്ത് കസ്റ, ഫത്തഹ തൻവീൻ ഒരിടത്ത് ഫത്തഹ തൻവീൻ, ലമ്മ തൻവീൻ ഒരിടത്ത് ലമ്മ തൻവീൻ, കസ്റ ഒരിടത്ത് കസ്റ കസ്റ, കസ്റ തൻവീൻ ഒരിടത്ത് കസ്റ തൻവീൻ. ഏത് അടയാളവും വരാം. ഏതെല്ലാം നാമങ്ങളിൽ? ഏതെല്ലാം നാമങ്ങളിൽ? ഏകവചന എല്ലാ സാധാരണ ഏകവചനങ്ങളിലും പിന്നെ അസാധാരണ ബഹുവചനം, അസാധാരണ ബഹുവചനങ്ങളിലും മറ്റെല്ലാ നാമങ്ങളിലും അല്ല, ഏകവചനങ്ങളിലും അസാധാരണ ബഹുവചനങ്ങളിലും ഏത് അടയാളവും വരാം. അപ്പോൾ ഇതാണ് പുല്ലിംഗ സുരക്ഷിത ബഹുവചനങ്ങളെയും മറ്റ് നാമങ്ങളെയും വേർതിരിക്കുന്ന ഘടകം. അത് കഴിഞ്ഞു. ഇനി സവിശേഷതയുള്ള നാമങ്ങളാണ് പറയാൻ പോകുന്നത്. സവിശേഷതയുള്ള ബഹുവചനങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഇപ്പൊ പുല്ലിംഗ ബഹുവചനം. യൗമ യഖൂലുൽ മുനാഫിഖു, മുനാഫിഖിനോട് നമ്മൾ ഏകവചനമായിട്ട് എടുത്തിരിക്കുകയാണ്. മുനാഫിഖു അപ്പൊ ഏകവചനമായിരുന്നെങ്കിൽ അവിടെ ലമ്മത്ത് വരും. കാരണം യഖൂലുൽ മുനാഫിഖു എന്നത് എന്താണ്? കർത്താവാണ്. അതേപോലെ യഷ്ഹദുൽ മുഖറബു, അവിടെ കർത്താവാണ്, അവിടെ ലമ്മത്ത് വന്നു ഏകവചനത്തിന്. ഫൽ യഅമലിൽ ആമിലു, ഏകവചനത്തിന് ലമ്മത്ത് വന്നു. അതിന്റെ ബഹുവചനമാകുമ്പോ യൗമ യഖൂലുൽ മുനാഫിഖു എന്ന് പറയുന്നിടത്ത് യൗമ യഖൂലുൽ മുനാഫിഖൂന. അപ്പോ യൗമ യഖൂലുൽ മുനാഫിഖു എന്ന് ലമ്മത്ത് വരേണ്ട സ്ഥലത്ത് ബഹുവചനമാകുമ്പോൾ എന്ത് വരും? യഖൂലുൽ മുനാഫിഖൂന, മുനാഫിഖൂന. യഷ്ഹദുൽ മുഖറബു, ലമ്മത്ത് വരേണ്ട സ്ഥലത്ത് ബഹുവചനമാകുമ്പോൾ യഷ്ഹദുൽ മുഖറബൂന, ഊന വരും. ഫൽ യഅമലിൽ ആമിലു, ലമ്മത്ത് വരേണ്ട സ്ഥാനത്ത് ബഹുവചനമാകുമ്പോൾ ലിമിസ്ലിഹ ഫൽ യഅമലിൽ ആമിലൂന, ആമിലൂന. ഇവിടെ ലാമിന്റെ ലമ്മല്ല നോക്കേണ്ടത്, ഊന വന്നിരിക്കുന്നു എന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഊന വന്നാൽ എന്താ അടയാളം? ഊന വന്നാൽ ലമ്മത്തിനെയാണ് ഊന കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. ലമ്മത്തിനെ, അതായത് അഥവാ റഫ് ചെയ്യുന്ന അവസ്ഥ. ഒരു നാമത്തിന് റഫ് വരിക അല്ലെങ്കിൽ ലമ്മത്ത് വരിക, ലമ്മ ചെയ്യപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? ഊനയാണ് കൊടുക്കുക ബഹുവചനത്തിന്, പുല്ലിംഗ സുരക്ഷിത ബഹുവചനം. അപ്പൊ നമ്മൾ മുമ്പ് ഹുവ മുസ്ലിമുൻ ഹും മുസ്ലിമൂന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചു, ഉസ്താദ് അവിടെ മുസ്ലിമീന ചില കാണുമല്ലോ, എന്താ മുസ്ലിമീന മുസ്ലിമൂന എന്ന് വ്യത്യാസം ചോദിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ ലമ്മത്ത് വരേണ്ട സന്ദർഭം ആണ് ഊന വരുന്നത്. ലമ്മത്ത് വരുന്ന സന്ദർഭത്തിൽ ഊന വരും. ഓക്കെ, അപ്പോ എന്താണ് മുത്തലാഫിസൂനയുടെ അടയാളം? എന്താണ്? എന്ത് അടയാളമാണ് ഇവിടെ ഉള്ളത്?
ലമ്മത്താണുള്ളത്. ലമ്മ പ്രകടമായിരിക്കുന്നത് ഊനയുടെ രൂപത്തിലാണ്. കാരണം ഫൽ യതനാഫസ് എന്നതിൻ്റെ കർത്താവാണ്. ഫൽ യതനാഫസ് അൽ മുതനാഫിസൂന. ഓക്കെ, ഫൽ യതനാഫസ് എന്നത് ഏകവചനമാണ്. അവിടെ കർത്താവ് പിന്നീട് വന്നത് കൊണ്ടാണ്, ക്രിയ മുമ്പേ വന്നത് കൊണ്ട് ഏകവചനം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഫൽ യതനാഫസ്, തനാഫസ, തസാഅല കേട്ടോ. തസാഅല ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ് തനാഫസ, മത്സരിച്ചു. ഫൽ യതനാഫസ് അൽ മുതനാഫി ദാലിക ഫൽ യതനാഫസ് അൽ മുതനാഫിസൂൻ. അപ്പോൾ മുതനാഫിസൂൻ കർത്താവ് ആകയാൽ അത് ലമ്മ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ലമ്മ് ചെയ്യപ്പെട്ടതിന്റെ അടയാളം എന്താ? ഊനയാണ്. ഇവിടെയോ യൗമ യഖൂൽ മുനാഫിഖു യശ്ഹദുൽ മുഖറബു ഫൽയഅമിൽ ആമിലു എന്ന് പറയുന്നിടത്തൊക്കെ ലമ്മ് ചെയ്യപ്പെട്ടതിന്റെ അടയാളം ലമ്മത്ത് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എന്ത് തരം ലമ്മത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗ്രാമറിൽ, ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മൾ കുറച്ച് ലേറ്റായി പോയത്, മീൻസ് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നതുകൊണ്ട് എല്ലാ ഡീറ്റെയിലും പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് അത് സീനിയർ ലെവലിൽ നമുക്ക് പഠിക്കാം. എന്താണ് ലമ്മത്ത് തന്നെ പ്രത്യക്ഷമായിരിക്കുന്നു ഇവിടെ. ഫല്യഅമലിൽ യൗമ യഖൂൽ മുനാഫിഖൂന മുഖറബൂന, അവിടെയൊക്കെ ലമ്മ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ആ ലമ്മത്തിന്റെ അടയാളം എന്താണ്? ലമ്മ് ചെയ്യപ്പെട്ടു എന്നതിന്റെ അടയാളം എന്താണ്? ഊനയാണ്. അല്ലെങ്കിൽ വാവ് എന്ന് പറഞ്ഞാലും മതി, മധ്യത്തുള്ള വാവാണ് അതിന്റെ അടയാളം കേട്ടോ. ഊനയെന്ന് നമ്മൾ ലോക്കൽ ഭാഷയിൽ പറയുന്നതാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. അതേപോലെ വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂന. അപ്പോൾ കരിഹ എന്നത് ക്രിയയാണ്, അതിന്റെ കർത്താവ് അൽ കാഫിറൂനയാണ്. അൽ കാഫിറൂന കർത്താവായതുകൊണ്ട് കർത്താവിന്റെ അടയാളം ലമ്മത്താണ്. ലമ്മ് പ്രകടമായിരിക്കുന്നത് ഊനയുടെ രൂപത്തിലാണ്. ഓക്കെ, ഊനയാണ് കർത്താവിന്റെ അടയാളം. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ മുഅ്മിനുൻ, മുസ്ലിമുൻ, അല്ലെങ്കിൽ അൽ മുഅ്മിനു, അൽ മുസ്ലിമു എന്നൊക്കെ പറയുന്നിടത്ത് എന്താണ് നമുക്കറിയാം, അടിസ്ഥാനപരമായും ലമ്മത്താണ് നാമത്തിന്റെ അന്ത്യത്തിൽ. അപ്പോ അതേപോലെയാണെങ്കിൽ മുസ്ലിമൂന ആണ് വരിക. അടിസ്ഥാന അടയാളം ഊനയാണ്. അടിസ്ഥാനമായും പുല്ലിംഗ സുരക്ഷിത ബഹുവചനം ഊനയിലാണ് അവസാനിക്കുന്നത്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ? അപ്പൊ പുല്ലിംഗ സുരക്ഷിത ബഹുവചനം അവിടെ അവസാനിച്ചു. ഇനി അല്ല, പുല്ലിംഗ സുരക്ഷിത ബഹുവചനത്തിന്റെ പാർട്ട് 1 അവിടെ അവസാനിച്ചു. 6A അവസാനിച്ചു. 6B ഖലഖല്ലാഹുൽ അർദ. ഖലഖല്ലാഹുൽ അർദ അവിടെ ഏകവചനത്തിൽ ഖലഖല്ലാഹുൽ അർദ ഫതഹത്ത് അങ്ങനെ തന്നെ വെളിവായി. അതേപോലെ റബ്ബുൽ ഫലഖി എന്നിടത്ത് കസറത്ത് അങ്ങനെ തന്നെ വെളിവായി. ഖലഖല്ലാഹുൽ അർദ എന്ന് പറഞ്ഞിടത്ത് ഫതഹത്ത് അങ്ങനെ തന്നെ വെളിവായി. റബ്ബുൽ ഫലഖി എന്ന് പറഞ്ഞിടത്ത് കസറത്ത് അങ്ങനെ തന്നെ വെളിവായി. ഖലഖല്ലാഹുൽ അർദ എന്നിടത്ത് അർദ് ഒബ്ജക്റ്റ് ആണ്. അതേപോലെ റബ്ബുൽ ഫലഖി എന്നിടത്ത് മുളാഫിൻ ഇലൈഹിയാണ്, അഥവാ സംബന്ധിക വിഭക്തിയാണ്. അതുകൊണ്ട് രണ്ടാമത്തേന് കസ്ർ വരണം. അപ്പൊ ഇവിടെ ഫതഹത്തും ഏകവചനത്തിൽ ഫതഹത്തും കസറത്തും അങ്ങനെ തന്നെ വെളിവായി. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അസാധാരണ ബഹുവചനങ്ങൾ അല്ലമ്മ ആദമൽ അസ്മാ അ. അപ്പൊ ആ അസ്മാ എന്താണ്? ബഹുവചനമാണ്. ആ ബഹുവചനത്തിന്റെ മേൽ ഫതഹത്ത് അങ്ങനെ തന്നെ വെളിവായി. ഫി സുദൂരിന്നാസി എന്ന അസാധാരണ ബഹുവചനത്തിൽ സുദൂരിയിൽ കസറത്ത് അങ്ങനെ തന്നെ വെളിവായി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏകവചനത്തിലും അസാധാരണ ബഹുവചനത്തിലും ഫതഹും കസറും അങ്ങനെ തന്നെ വെളിവാകും. അതേസമയം സാധാരണ പുല്ലിംഗ ബഹുവചനങ്ങളിലാണെങ്കിലോ എങ്ങനെയാകും എന്നാണ് പറയാൻ പോകുന്നത്. യഖൂലുൽ മുനാഫിഖൂന എന്ന് ലമ്മ് ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞു. സാധാരണ പുല്ലിംഗ ബഹുവചനങ്ങളിൽ
ലമ്മ് ചെയ്യപ്പെട്ടപ്പോൾ യഖൂലുൽ മുനാഫിഖൂന എന്ന് പറഞ്ഞു, ഫൽയഅമലിൽ ആമിലൂന എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വാവ് കൊണ്ടാണ് അല്ലെങ്കിൽ ഊന കൊണ്ടാണ് ലമ്മത്തിനെ അടയാളപ്പെടുത്തിയത്. അപ്പൊ ഫത്തഹത്തിനെ എങ്ങനെ അടയാളപ്പെടുത്തും? ഓക്കെ, ഒന്നും കൂടെ നോക്കുക. യഷ്ഹദുൽ മുഖറബൂന എന്നിടത്ത് ലമ്മ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യൗമ യഖൂലുൽ മുനാഫിഖൂന എന്നിടത്ത് ലമ്മ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വലാ തുതിൽ കാഫിറ ഏകവചനത്തെ വലാ തുതിൽ കാഫിറ വൽ മുനാഫിഖ എന്നാണ് ഏകവചനത്തിൽ വരിക. കാരണം ലാ തുതി അനുസരിക്കരുത് ആരെ? അൽ കാഫിറ ഏകവചനത്തിൽ. അപ്പോൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഫത്തഹത്ത് വന്നു. വൽ മുനാഫിഖ അവിടെ ഫത്തഹത്ത് വന്നു. അതേസമയം ബഹുവചനത്തിൽ വരുമ്പോഴോ വലാ തുതിൽ കാഫിരീന വലാ തുതിൽ കാഫിരീന വൽ മുനാഫിഖീന. അപ്പോ ഫത്തഹത്ത് വെളിവാകേണ്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഫത്തഹത്ത് വരേണ്ട സന്ദർഭത്തിൽ പുല്ലിംഗ സുരക്ഷിത ബഹുവചനമാണെങ്കിൽ എന്ത് ചെയ്യണം? ഈന കൊടുക്കണം. അഥവാ നേരത്തെ ഉള്ളതിനും വ്യത്യാസം വന്നത് എന്താണ്? വാവിന് പകരം യാ വന്നു. അപ്പൊ യാ കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നസ്ബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫത്തഹ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ലാ തുതി നീ അനുസരിക്കരുത് അൽ കാഫിരീന. അവിടെ എന്താണ്? ഒബ്ജക്റ്റ് ആണ്, മഫ്ഊലുൻ ബിഹി ആണ്. മഫ്ഊലുൻ ബിഹി ആകുമ്പോൾ ഫത്തഹത്ത് വരണം. ഈ നായയുടെ ഫത്തഹത്ത് അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ യായാണ് ഫത്തഹിന്റെ അടയാളം. നമുക്ക് ലോക്കൽ ഭാഷയിൽ ഈന എന്ന് പറയാം. അത് പറയാൻ എളുപ്പമുണ്ട്, കാഫിരീന. കാഫിരീന എന്ന് കണ്ടാൽ അത് ഇപ്പോൾ ഇവിടെ എന്താണ്? കർമ്മത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ എന്തായിരിക്കും? ഫത്തഹ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വൽ മുനാഫിഖീനയും ഫത്തഹ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ ഇന്നല്ലദീന ഫതനു മർദ്ദിച്ചവർ അൽ മുഅ്മിന ഏകവചനമായിരുന്നെങ്കിൽ അവിടെ ഫത്തഹത്ത് വരുമായിരുന്നു. പക്ഷേ ഖുർആൻ ഉപയോഗിച്ചത് ബഹുവചനമാണ്. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന. അപ്പോൾ മുഅ്മിനീന ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്, കർമ്മത്തിന്റെ സ്ഥാനത്താണ്. ഫതനു മർദ്ദിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു. അൽ മുഅ്മിനീന അപ്പോൾ അവിടെ ഫത്തഹ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തിൽ. അപ്പോൾ ഈന കൊണ്ടാണ് ഫത്തഹ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ സനസീദുൽ മുഹ്സിന ഏകവചനമാണെങ്കിൽ അവിടെ മുഹ്സിന എന്ന ഫത്തഹത്ത് കാണും. ബഹുവചനം വരുമ്പോൾ സനസീദുൽ മുഹ്സിനീന ഈന കൊണ്ടാണ് ഫത്തഹ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ വബശ്ശിരി സ്വാബിറ ഫത്തഹത്ത് വെളിവാകും ഏകവചനമാണെങ്കിൽ. അതേസമയം ബഹുവചനമായപ്പോൾ വബശ്ശിരി സ്വാബിരീന ഒബ്ജക്റ്റ് ആയിട്ട് വന്നപ്പോൾ ഈന കൊണ്ടാണ് ഫത്തഹ് ചെയ്യപ്പെടുന്നത്. അതേപോലെ ലാ യനാലു അഹ്ദി എൻ്റെ കരാർ എത്തുകയില്ല. അൽവാലിമ ഏകവചനമായിരുന്നെങ്കിൽ അൽവാലിമ എന്ന് ഫത്തഹത്ത് വെളിവാകും. അതേസമയം ലാ യനാലു അഹ്ദി അൽവാലിമീന എന്നാണ് ഖുർആനിലുള്ളത്. അപ്പോൾ കർമ്മമായതുകൊണ്ട് അതെന്ത് ചെയ്തു? ഈനയുടെ രൂപത്തിലാണ് ഫത്തഹത്ത് വന്നിരിക്കുന്നത്. അപ്പോ ലമ്മാണെങ്കിൽ ഊനയാണ്, ഫത്തഹാണെങ്കിൽ ഈനയാണ്. അപ്പോൾ പുല്ലിംഗ സുരക്ഷിത ബഹുവചനത്തിന്റെ പാർട്ട് 2, ഒന്നാം പാർട്ട് ലമ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിമൂന, മുഅ്മിനൂന, മുനാഫിഖൂന, മുഹ്സിനൂന എന്ന് കാണും. പാർട്ട് ബി ഫത്തഹ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഅ്മിനീന, മുഹ്സിനീന, സാബിരീന, ളാലിമീന, മുനാഫിഖീന എന്നുണ്ടാവും. അത്രയും ക്ലിയർ ആണല്ലോ? അത്രയും ക്ലിയർ ആണല്ലോ? പറഞ്ഞ അത്രയും. ഫത്തഹിന്റെ അവസ്ഥ മാത്രമേ പറഞ്ഞുള്ളൂ. ക്ലിയർ ആണ്. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. തീർന്നെന്ന് വിചാരിക്കണ്ട. അപ്പോ അൽ മുസ്ലിമൂന എന്ന് പറഞ്ഞപ്പോൾ ലമ്മ് ചെയ്യപ്പെട്ടതാണ്. അൽ മുസ്ലിമീന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ ഒരവസ്ഥ ഫത്തഹ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ രണ്ടാമതൊരവസ്ഥ കൂടെ ഉണ്ട്. വമാ ഹുവ ബിമുഅ്മിനീൻ ബിമുഅ്മിനിൻ ഏകവചനമാണെങ്കിൽ വമാ ഹുവ ബിമുഅ്മിനിൻ അവിടെ കസർ ഉണ്ടാവും.
അവനൊരു വിശ്വാസിയല്ല, കസറുണ്ടാവും. വമാ ഹുവ ബിമുഅ്മിനിൻ ഏകവചനമാണെങ്കിൽ കസറുണ്ടാവും. പക്ഷെ ഖുർആൻ പറഞ്ഞത് വമാ ഹും ബിമുഅ്മിനീൻ എന്നാണ്. അപ്പൊ അവിടെ കസറിന് പകരം എന്ത് വന്നു? ഈന വന്നു. കസറിന് പകരം ഈന വന്നു. അപ്പൊ ഇവിടെ നമുക്ക് സംശയിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം എന്താ? ഖാല ലാ യനാലു അഹ്ദുൽ ളാലിമ അല്ലെങ്കിൽ ലാ യനാലു അഹ്ദുൽ ളാലിമീന. ഇവിടെ കർമ്മമായിട്ട് ഫത്ഹ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫത്ഹ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ ഈന വന്നാൽ അത് ഫത്ഹ് ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ്. കസർ ചെയ്യപ്പെടേണ്ട അവസ്ഥ വളരെ വളരെ സുവ്യക്തമാണ്. കസർ ചെയ്യപ്പെടേണ്ട അവസ്ഥ എപ്പോഴായിരിക്കും? എപ്പോഴായിരിക്കും ഒരു നാമത്തിന് കസർ ചെയ്യപ്പെടുക? നാമത്തിന്റെ അവസാനം എന്താണ് ഈ ചെയ്യപ്പെടേണ്ട കടന്നു കഴിഞ്ഞാല് കസർ വരുത്തുന്ന പദങ്ങൾ മുൻകടന്നാൽ നാമത്തിന് എന്ത് ചെയ്യണം? കസർ എഴുതണം. പിന്നെ ഒരു കാരണം കൂടെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇലാഫത്ത് കൊണ്ട് വാ കൊണ്ട് സത്യം ചെയ്യുന്ന വാ. ഇലാഫത്ത് സത്യം ചെയ്യുന്ന വാ. സത്യം ചെയ്യുന്ന വാ എന്ന് പറയുന്നത് ഇതിൽ പെട്ടതാണ് കേട്ടോ. ഏത് കസർ വരുത്തുന്ന പദങ്ങളിൽ പെട്ടതാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൽ അതില്ലെങ്കിലും ഇനി ആ ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പിന്റെ ഒരു ബ്രാഞ്ച് കൂടെ അതിന് വരുന്നുണ്ട്. അപ്പൊ അത് പൂർത്തിയാവും. അതിൽ 19 അക്ഷരങ്ങളാണ് കസർ വരുത്തുന്ന പദങ്ങൾ. അതിൽ നമ്മൾ 8 പഠിച്ചുള്ളൂ. ഇനി ഒരു 3 കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നു. അതൊരു ഗ്രൂപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ കസർ വരുത്തുന്ന പദങ്ങൾ വരികയോ ഇലാഫത്ത് വരികയോ ചെയ്താൽ കസറായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടതില്ല. കർമ്മമാണ് എങ്കിൽ ഈന, ഇലാഫത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈന, അതേപോലെ കസർ വരുത്തുന്ന പദം വന്നിട്ടുണ്ടെങ്കിൽ ഈന. ഈ 3 സന്ദർഭത്തിലും ഈന വരണം. അപ്പൊ നമ്മൾ ഇന്നല്ലാഹ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന വന്നപ്പോ ഫത്ഹായി. അതേപോലെ മഫ്ഊലുൻ ബിഹി ആയിരിക്കുമ്പോൾ എന്ത് വേണം? ഫത്ഹായിരിക്കണം. അപ്പൊ ഫത്ഹ് വരേണ്ട ഒന്നിലധികം അവസ്ഥയുണ്ടല്ലോ. അതേപോലെ ഈന വരുന്ന ഒന്നിലധികം അവസ്ഥയുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഈന വരേണ്ട ഒരവസ്ഥ മഫ്ഊലുൻ ബിഹി ആയിരിക്കുമ്പോൾ, ഈന വരേണ്ട രണ്ടാമത്തെ അവസ്ഥ കസർ ചെയ്യപ്പെടുമ്പോൾ, ഈന വരുന്ന മൂന്നാമത്തെ അവസ്ഥ ഇലാഫത്ത് വരുമ്പോൾ. അപ്പോ വമാ ഹുവ ബിമുഅ്മിനീൻ എന്നതിന് പകരം ഈന വരുമ്പോൾ പുല്ലിംഗ സുരക്ഷിത ബഹുവചനത്തിലാണെങ്കിൽ വമാ ഹും ബിമുഅ്മിനീൻ എന്ന് വരും. മുഅ്മിനീന. അതേപോലെ മിനൽ ജാഹിലി ഏകവചനമാണെങ്കിൽ മിനൽ ജാഹിലി, ബഹുവചനമാണെങ്കിൽ ഫല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീന. എല്ലാം നമ്മൾ ബഖറയിൽ പഠിച്ച സൂക്തങ്ങളാണ്. പല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ അവിവേകികളിൽ പെട്ടുപോകുന്നതെന്ന്. അപ്പൊ മിനൽ ജാഹിലീന. അപ്പൊ അവിടെ നമുക്കറിയാം എന്തുകൊണ്ടാ ഈന വന്നത്? കസർ വരുത്തുന്ന പദം ആയതുകൊണ്ടാണ്. മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ടല്ല നമുക്കറിയാം. ഇവിടെ കസർ വരുത്തുന്ന പദം മുൻകടന്നിട്ടുണ്ട്. അതേപോലെ ഫിൽ ഉമ്മിയ്യി ഏകവചനമാണെങ്കിൽ ഫിൽ ഉമ്മിയ്യി, ബഹുവചനമാണെങ്കിൽ ഫിൽ ഉമ്മിയ്യീന. ദാലിക ബിഅന്നഹും, അതെന്തുകൊണ്ടെന്നാൽ ഖാലു, അവർ പറഞ്ഞു, ലൈസ അലൈന ഫിൽ ഉമ്മിയ്യീന സബീലുൻ, നിങ്ങൾക്ക് ഫിൽ ഉമ്മിയ്യീന നിരക്ഷര കുക്ഷികളിൽ യാതൊരു ബാധ്യതയുമില്ല. ആൽ ഇംറാനിലായിട്ട്. അപ്പൊ എന്തായി? ഫീ വന്നിട്ടുണ്ട് അവിടെ. നമുക്കറിയാം ഫീ വന്നുകൊണ്ടാണ് ഉമ്മി ഈന എന്ന് വന്നത്. കസ വരുത്തേണ്ട സാഹചര്യമാണ് അവിടെ. അപ്പോൾ കസ വരുമ്പോൾ ഈന കൊടുക്കണം. അതേപോലെ അലൽ കാഫിരി ഏകവചനത്തിന് കസ വരുമ്പോൾ ഫലഅനതുല്ലാഹി അലൽ കാഫിരീന, ഫലഅനതുല്ലാഹി അലൽ കാഫിരീന, സത്യനിഷേധികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. അപ്പോ കാഫിരീൻ അല വന്നിട്ടുണ്ട് ഇവിടെ. അതേപോലെ മഅറാക്കഴി ഏകവചനമാണെങ്കിൽ മഅറാക്കഴി എന്ന് കസറത്ത് വരും. മറിയം അലൈഹിസ്സലാമിയോട് അല്ല, വർക്കഉ മഅറാക്കഴീൻ ആരോട് പറഞ്ഞാണ്?
എന്തായാലും വർക്കഉ മഅർ റാക്കിഈൻ എന്നാണ്. ഫസ്ജുദു വർക്കഉ മഅർ റാക്കിഈൻ, നിങ്ങൾ റുക്കൂ ചെയ്യുക മഅർ റാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം. അപ്പോ റാക്കിഈന എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ എല്ലാം വ്യത്യസ്ത പദങ്ങളുടെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബി മുഅ്മിനീന, ഇവിടെ മീ വന്നിടത്ത്, മിനൽ ജാഹിലീന മിൻ വന്നിടത്ത്, അതേപോലെ ഫിൽ ഉമ്മിയീന ഫി വന്നിടത്ത്, അലൽ കാഫിരീന അല വന്നിടത്ത്, മഅർ റാക്കിഈന മഅ വന്നിടത്ത്. ബീമിൻ ബി ഫി അല ഇല ലീമിൻ അൻ മഅ, ആ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ പേജ് 7 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പോ ലമ്മ് വരുമ്പോൾ ഊന വരും, ഫത്തഹോ കെസറോ ആണെങ്കിൽ ഈന വരും. സംഗതി അറബികൾ നമുക്ക് എളുപ്പമാക്കി തരികയാണ് ചെയ്തത് കേട്ടോ. ഊനയും ഈനയും അല്ലാത്ത മൂന്നാമതൊരു അവസ്ഥയില്ല. ഈനയും മൂനയും അല്ലാത്ത മൂന്നാമതൊരു അവസ്ഥയില്ല. ഓക്കെ, അപ്പോ പുല്ലിംഗ ബഹുവചനം ഇവിടെ അവസാനിച്ചു. എന്ത് പറയുന്നു? പുല്ലിംഗ ബഹുവചനം, സുരക്ഷിത പുല്ലിംഗ സുരക്ഷിത ബഹുവചനം, പുല്ലിംഗ സുരക്ഷിത ബഹുവചനം. ഇത് സാധാരണ ഫത്തയും കസറും പറയുന്ന പോലെ ഒരു സംഭവമല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? ഇല്ല. എന്താണ്? സ്ത്രീകൾക്കൊരു പരാതി, സ്ത്രീകളുടെ സുരക്ഷിത ബഹുവചനം എന്താ പറയാത്തത്? അതാണോ പറഞ്ഞത്? അതാണോ പറഞ്ഞത്? ഞാൻ കേട്ടില്ല ഒന്നും. പുല്ലിംഗ സുരക്ഷിത ബഹുവചനം വന്നു, ഞങ്ങളുടെ കാര്യം എന്താ പറയാത്തത്? നേരത്തെ പറഞ്ഞതിലൊന്നും മുസ്ലിമാത്തും മുഅ്മിനാത്തൊന്നും വന്നില്ല. ആ, അത് വരണം, കാത്തിരിക്കാം. വാർത്തയിലേക്ക് നീങ്ങാമെങ്കിൽ അതിനെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ. ബാദുഷ കേൾക്കുന്നുണ്ടാ? ഫഹീം, ഈ കേട്ടിട്ട് എന്തെങ്കിലും പറയണ്ടോ? നിങ്ങളുടെ ബാച്ചാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ബാച്ചുകാരെ തെരഞ്ഞു വയ്ക്കുന്നത്. മറ്റവരൊക്കെ നേരത്തെ പഠിച്ചു പോയവരാണ്. ബാദുഷ കേൾക്കുന്നുണ്ടാ? ബാദുഷ 2 ക്ലാസ്സിലൊന്നും കാണുന്നില്ല. ബാദുഷായെ ഓക്കെ ആണോ? മനസ്സിലായോ? ഞാനൊന്ന് കേറി എന്നേ ഉള്ളു, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ്. എന്ത് പറ്റി? ചെറിയൊരു പനിയും ഒക്കെ ആയിട്ടാ. ഇൻഷാ അല്ലാഹ് ശഫാക്കല്ലാഹ്, അല്ലാഹു എളുപ്പം ശിഫാക്കി തരട്ടെ. കേറി ഇൻഷാ അല്ലാഹ്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. സുൽഫിക്കർ, നിങ്ങളുടെ ബാച്ചുകാരൊന്നും മിണ്ടുന്നില്ലല്ലേ? ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. അത് നിങ്ങളാണ് ക്ലിയർ ആണെന്ന് പറയേണ്ടത്. നേരത്തെ പഠിച്ചതുകൊണ്ട് നമ്മളിത് നേരത്തെ പറഞ്ഞിരുന്നോ? ഇത് ഇതിനു മുമ്പേ പറഞ്ഞിരുന്നല്ലോ. ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. അപ്പോ നാമാന്ത്യം സ്ത്രീലിംഗ ബഹുവചനങ്ങളിൽ, സുൽഫിക്കർ പറയുന്നത് ഇത് രണ്ടാമതെടുക്കുന്നതാണ്. ശരിയാണോ ബാദുഷ? സുഖമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, നാമാന്ത്യം ഒരിക്കൽ കൂടി ശ്രദ്ധ തിരിക്കുകയാണ് നാമാന്ത്യത്തിലേക്ക്. ഖലഖല്ലാഹുൽ അർള എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നാമം ഫത്തഹ് വന്നു, ലമ്മ് വന്നു.
റബ്ബുൽ ഫലഖി എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നാമം, അവിടെ ലമ്മും കെസറുണ്ട്. നാദ നൂഹൻ, അവിടെ ലമ്മ് തെൻവീനുണ്ട്. അതേപോലെ അല്ലമ ആദമൽ അസ്മാ, ബ്രോക്കൺ പ്ലൂറൽസ് അഥവാ അസാധാരണ ബഹുവചനത്തിന് ഫത്തഹുണ്ട്. ഒട്ടുബൻ അസാധാരണ ബഹുവചനത്തിന് ലമ്മുണ്ട്, ലമ്മ് തെൻവീനുണ്ട്. സുദൂരിന്നാസ് കെസറുണ്ട്. പുല്ലിംഗ സാധാരണ പുല്ലിംഗ ബഹുവചനങ്ങളിൽ ഊന വന്നിട്ടുണ്ട്. ലമ്മ് വരേണ്ട സ്ഥാനത്ത് ഊന വരും. കെസർ വരേണ്ട സ്ഥാനത്ത് ഈന വരും. ഓക്കെ, അല്ല ഫത്തഹ് വരേണ്ട സ്ഥാനത്ത് ഈന വരും. ഇവിടെ ബഷീരി സ്വാബിരിന ഫത്തഹ് വരേണ്ടതാണ്. ബഷീരി സ്വാബിരിന എന്നത് ഫത്തഹ് വരേണ്ടതാണ്, മഫ്ഊലും ബിഹി ആയിരുന്നു. ഫത്തഹ് വരേണ്ട സ്ഥാനത്ത് ഈന വരും. അതേപോലെ അലൽ മുഅ്മിനീന കെസർ വരേണ്ട സ്ഥാനത്ത് സ്ഥാനത്തും ഈന വരും. ഇതാണ് ഇപ്പൊ എല്ലാ നാമങ്ങളുമായി. സ്ത്രീലിംഗ ഹലോ, ഒരു സംശയം. ഊന ഈന കണ്ടു കഴിഞ്ഞാൽ അത് പുല്ലിംഗ ബഹുവചനം എന്ന് വിചാരിക്കാമോ? ഊന ഈന വന്നാൽ പുല്ലിംഗ സുരക്ഷിത ബഹുവചനമാണ്. എവിടെ വന്നാലും പുല്ലിംഗ സുരക്ഷിത ബഹുവചനമായിരിക്കും. ഓക്കെ. ആരാണ് നിങ്ങളുടെ പേരെന്താണ്? ഞാൻ റിയാസ് വഴുതക്കാട് വെച്ചില്ല. റിയാസ് വഴുതക്കാട്. മുസ്ലിമൂന മുഅ്മിനൂന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മുഅ്മിനൂന എന്ന് മുഅ്മിനീന എന്ന് വരും. അത് പുല്ലിംഗ ബഹുവചനമാണ്, പുല്ലിംഗ സുരക്ഷിത ബഹുവചനമാണ്. ഊന വന്ന് വരുന്നതും ഈന വരുന്നതും പുല്ലിംഗ സുരക്ഷിത ബഹുവചനമാണ്. ഓക്കെ, അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നേരത്തെ തന്നെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ബഷീരി സ്വാബിരീന എന്ന് പറഞ്ഞിടത്ത് ഫത്തഹ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അപ്പൊ ഈന വന്നു. അലൽ മുഅ്മിനീന എന്നിടത്ത് കസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അപ്പോഴും ഈന വന്നു. അപ്പോ ഫത്തഹനും കസറിനും ഈന വരും, ലമ്മിന് ഊന വരും. ഇത് ഇത്രയും ആയപ്പോൾ ഈ സ്ക്രീനിലുള്ളത് സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നാമങ്ങളും ഇവിടെ ഒറ്റ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഇന്നത്തെ ക്ലാസ്സിന് മുമ്പുള്ള മിക്കവാറും നോട്ട്സ് അല്ല, ഇതിന്റെ സ്ലൈഡുകൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത് വായിച്ചാൽ നിങ്ങൾക്ക് പിടി കിട്ടണം. ഞാൻ എൻ്റെ ഹെഡിങ് വരുമ്പോഴത്തേക്ക് ഓരോന്നിനെ ഹെഡിങ് വെച്ച് വായിച്ച് നോക്കിയാൽ ക്ലാസ്സിൽ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരും. പിന്നെ ഈ വീഡിയോ എടുത്ത് നോക്കുക, അത് ഇത് റെഫറൻസ് ആക്കുക. എൻ്റെ ടൈപ്പ് ചെയ്ത മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത നോട്ട് പ്രിപ്പയർ ആയിട്ടില്ല. ഇനി സ്ത്രീലിംഗ ഏകവചനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറയാമെന്ന് വെച്ചിട്ടേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഹൽ അതാക ഹദീസുൽ ഗാശിയത്തി കസർ വന്നിട്ടുണ്ട്. ഉജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ ലമ്മ തൻവീൻ വന്നിട്ടുണ്ട്. ആമിലത്തുൻ നാസിബത്തുൻ ലമ്മ തൻവീൻ. തസ്ല നാറൻ ഹാമിയത്തൻ ഫതഹ തൻവീൻ. തുസ്ഖാ മിൻ ഐനിൻ ആനിയത്തിൻ കസർ തൻവീൻ. അപ്പോൾ എല്ലാ അടയാളങ്ങളും സുരക്ഷിത സാധാരണ സ്ത്രീലിംഗ നാമങ്ങളിൽ എല്ലാ അടയാളങ്ങളും വരും. ഫത്തഹ കസർ ലമ്മ്, ഫതഹ തൻവീൻ, ലമ്മ തൻവീൻ, കസർ തൻവീൻ, ഈ അടയാളങ്ങളെല്ലാം വരും. സുക്കൂൻ വരാത്തത് എന്തുകൊണ്ടാണെന്ന് ആർക്കും പറയാം? നാമത്തിന് സുക്കൂൻ വരില്ലല്ലോ. നാമത്തിന് സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നാമത്തിന്റെ സുക്കൂന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഓക്കെ, നാമാന്ത്യത്തിൽ സുക്കൂൻ വരുന്നതല്ല, അതുകൊണ്ട് അതിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഇനിയുള്ളത് സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനം. സ്ത്രീലിംഗ ബഹുവചനം എന്ന് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയുന്നത് സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങളെ കുറിച്ചാണ്. നാമാന്ത്യം സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങൾ. ഇന്ന് ഈ സുരക്ഷിത ബഹുവചനം എന്ന് പറഞ്ഞത് ഇതല്ല, മറ്റേ എന്താണ് ബ്രോക്കൺ പ്ലൂറൽ അല്ല. ഇവിടെ എന്തുകൊണ്ടാ സുരക്ഷിതം എന്ന് പറയാൻ കാരണം? അതങ്ങനെ ഏകവചനം സുരക്ഷിതമാണ് കേട്ടോ. ഏകവചനം സുരക്ഷിതമാണ്. സാലിം എന്നാണ് പറയുന്നത്. ഫുൾ നെയിം ഇൻഷാ അല്ലാഹ് പിന്നീട് പറഞ്ഞുതരാം. പേര് മാതാ ഇജ്ലിസ് ഫിൽ ഇസ്ം എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു, പേരിൽ എന്തിരിക്കുന്നു? അപ്പോൾ പേര് അല്ല ഇപ്പൊ പ്രധാനം, നമ്മൾ കാര്യം മനസ്സിലാക്കുക, പ്രാക്ടിക്കലി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഖുർആനിലെ ഉദാഹരണം വെച്ച് തന്നെ ഖുർആനിലെ ഉദാഹരണം വെച്ചുകൊണ്ടുള്ള ഗ്രാമർ ക്ലാസ് വളരെ അപൂർവമായിരിക്കും കേട്ടോ. എല്ലാം നഹൽ വാളി അതുപോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ ഭാഷാപരമായ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യം നഹൽ വാളി എന്ന് കൊടുത്തിട്ട് പിന്നീട് നഹ്വുൽ ഖുർആൻ എന്ന് മാറ്റിയത് അതുകൊണ്ടാണ്.
നഹ്ൽവാദിയുടെ കണ്ടന്റ് ആണ്, പക്ഷെ നമ്മൾ ഉദാഹരണം കൊടുത്തിരിക്കുന്ന എല്ലാം ഖുർആന്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും ഭാരം ഖുർആന്റെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമല്ലോ. ഈ ഉദാഹരണങ്ങൾ പഠിച്ച അത്രയും പഠിച്ചു കഴിയും. മാത്രമല്ല അത് ഖുർആന്റെ ഉദാഹരണങ്ങളായതുകൊണ്ട് നമുക്കത് ഓർമ്മിച്ച് വെക്കാനും പറ്റും. അപ്പോ സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനം ജാഅഹുമുൽ ബയ്യിനാതു, ലം വരേണ്ട സന്ദർഭം ഏകവചനത്തിൽ ലം വന്നിട്ടുണ്ട്. ബയ്യിനത്തു എന്നാണ് കേട്ടോ, അല്ല ജാഅഹുമുൽ ബയ്യിനാതു ബഹുവചനത്തിൽ ലം പ്രത്യക്ഷമാകും. ജാഅഹുമുൽ ബയ്യിനാതു അൽ ബയ്യിനാതു ലം എന്ത് ചെയ്യും? പ്രത്യക്ഷമാകും. ഖബല അൻ തൻഫദ കലിമാതു, അപ്പോ അവിടെയും എന്താണ്? ഇവിടെ ബയ്യിനാത്ത് സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമാണ്. ലമ്മത്ത് അങ്ങനെ തന്നെ വെളിവായി. ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, അവിടെ ജാഅഹുമുൽ ബയ്യിനാത്തു, ജാഇയുടെ കർത്താവാണ് ബയ്യിനാത്ത്. അതേപോലെ ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, തൻഫദ എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക. ഖബല അൻ തൻഫദ തീർന്നു പോകുന്നതിന് മുമ്പ് കലിമാതു റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ. അപ്പോ തൻഫദയുടെ കർത്താവാണ് കലിമാത്ത്. കലിമാത്ത് ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ, കടലിലുള്ള വെള്ളം എത്രയും മഷിയായി കൊണ്ടുവന്നാലും എൻ്റെ റബ്ബിന്റെ കലിമത്ത് എഴുതി തീരുവില്ല. റബ്ബിന്റെ കലിമത്ത് എഴുതി തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആ മഷി തീർന്നു പോകും, കടലിലെ വെള്ളങ്ങളെല്ലാം തീർന്നു പോകും. കാരണം ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, എൻ്റെ രക്ഷിതാവിന്റെ കലിമത്തുകൾ തീർന്നു പോകുന്നതിന് മുമ്പ് അവയെല്ലാം തീർന്നു പോകും. ലനഫിദൽ ബഹ്റു, ബഹ്ർ തീർന്നു. ഏത് സൂറത്തിലാണ്? അതുകൊണ്ടാണ് ഞാൻ ആൾക്കാർ പോകണ്ടെന്ന് പറഞ്ഞു കേട്ടാ. മനസ്സിലായില്ലേ? ആൾക്കാർ എല്ലാ ആഴ്ച പോകുന്നതാണ്, പക്ഷെ നമ്മൾ എല്ലാ ആൾക്കാരും ഉള്ളതാണെന്ന് അറിഞ്ഞൂടാ. മദദ, അതിന്റെ അത്രയും മദദ് കൊണ്ടുവന്നാലും, മദദ് എന്ന് പറഞ്ഞാൽ ഹൈദർ എന്നർത്ഥം, എന്താണ്? മഷി. ഓക്കെ. ഖബലാൻ തൻഫദ, അപ്പൊ തൻഫദ എന്ന അല്ല തൻഫദു എന്നാണ് അൻ വന്നുകൊണ്ടാണ് പത്തം വന്നത്. തൻഫദു അല്ലെങ്കിൽ തൻഫദയുടെ കർത്താവാണ് കലിമാത്തു. അപ്പൊ ലമ്മത്ത് വരേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്തു? ലമ്മത്ത് തന്നെ കൃത്യമായി അവിടെ വന്നിട്ടുണ്ട്. ഖബലാൻ തൻഫദ കലിമാത്തു റബ്ബി വതറകഹും ഫീ ളുലുമാതിൻ, വതറകഹും അവനവരെ ഉപേക്ഷിച്ചു ഫീ ളുലുമാതിൻ, എന്താ കാര്യത്തിൽ? വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ, ഒന്നും കാണാത്ത. വതറകഹും ഫീ ളുലുമാതിൻ, അപ്പൊ ഫീ വന്നത് കൊണ്ട് ഇവിടെ എന്താണ്? കസ്റാണ് വരേണ്ടത്. അപ്പൊ അവിടെ കസ്റ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ട്. ഫീ ളുലുമാതിൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി, മിൻ വന്നുകൊണ്ട് സമറാത്തിന് കസ്റ വന്നിട്ടുണ്ട്. ഇവിടെ കസ്റ തൻമീൻ വന്ന ഉദാഹരണമാണ്. ഇവിടെ കസ്റ ഒരു കസ്റ മാത്രം വന്ന ഉദാഹരണമാണ്. മിനസ് സമറാത്തി. വലഖദ് ജാഅകും മൂസ ബിൽ ബയ്യിനാതി, ബി വന്നപ്പോ ബയ്യിനാതി കസ്റ വന്നു. ഫീക്ക് ഉദാഹരണം, മിന്നിന് ഉദാഹരണം, ബി വന്നതിന് ഉദാഹരണം. വലിൽ മുതല്ലഖാതി, ബി വന്നതിന് ഉദാഹരണം. ബി ഫി അല ഇലാക്കുള്ള ഉണ്ടോ നോക്കുക കേട്ടോ. ലി വന്നതിന് ഉദാഹരണം. ലിൽ മുതല്ലഖാതി, മുതല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹമോചിതർ, തലാഖ് ചെല്ലപ്പെട്ടവൾ കേട്ടോ. തലാഖ് ചെല്ലി. മുതല്ലിഖുൻ, തലാഖ് ചെല്ലുന്നവൻ. മുതല്ലഖുൻ, തലാഖ് ചെല്ലപ്പെട്ടവൻ. അപ്പൊ മുതല്ലഖത്തുൻ എന്ന് വരിക സ്ത്രീലിംഗല്ലേ. തലാഖ് ചെല്ലപ്പെട്ടവൾ എന്ന് വരിക സ്ത്രീയായിരിക്കും. അപ്പൊ മുതല്ലഖത്തുൻ, മുതല്ലഖാത്തുൻ, അങ്ങനെയുള്ള സ്ത്രീകൾ. വലിൽ മുതല്ലഖാത്തി, അപ്പൊ ലി വന്നുകൊണ്ട് കസ്റ വന്നു. മതഅൻ ബിൽ മഅറൂഫി വയുകഫിർ അൻകും മിൻ സയ്യിആതികും, അപ്പോ സയ്യിആതിന് കസ്റ വന്നു. അപ്പോൾ ഫത്തഹ് വരെ ലമ്മത്ത് വരേണ്ടടുത്ത് പ്രത്യക്ഷത്തിൽ തന്നെ ലമ്മത്ത് വരും. കസറത്ത് വരേണ്ടടുത്ത് പ്രത്യക്ഷത്തിൽ തന്നെ കസറത്ത് വരും. നോ പ്രോബ്ലം. വളരെ ശാന്തം. ഇനി എന്താ അടയാളം ബാക്കിയുള്ളത്? ഇനി ഫത്തഹത്താണ് ബാക്കിയുള്ളത്.
ഫത്തഹത്ത് വരുമ്പോൾ വകഫിർ അന്ന സയ്യിആതിന, കഫിർ നീ മായ്ച്ചു കളയണമേ, അന്ന ഞങ്ങളിൽ നിന്നും. കഫിർ എന്നത് ക്രിയയാണ്, അതിന്റെ കർത്താവ് അൻതയാണ്, അതിന്റെ അകത്തുള്ള അൻതയാണ്. അന്ന ഞങ്ങളിൽ നിന്നും എന്തിനെ മാറ്റി കളയണം? സയ്യിആതിനെ മാറ്റി കളയണം. കഫിർ എന്ന ക്രിയയുടെ ഒബ്ജക്റ്റ് ആണ് സയ്യിആത്ത്. എന്ത് വരണം? അവിടെ ഫത്തഹത്താണ് വരേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞെടുത്ത് ഫത്തഹത്ത് വന്നിട്ടില്ല, ലമ്മത്ത് വന്നു, കസറത്ത് വന്നു. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. ലമ്മത്തും കസറത്തും വരുന്നതിന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അതേസമയം ഫത്തഹത്ത് വരേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യും? കസറത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ജാഅഹുമുൽ ബയ്യിനാത്തു, കർത്താവിന്റെ സ്ഥാനത്ത് ലമ്മത്ത് കൊടുക്കും, ലമ്മത്ത് തന്നെ. അതേപോലെ കസർ വരുമ്പോൾ കസറുണ്ടാവും. അപ്പോ ലമ്മത്തും കസറത്തും വരേണ്ട സന്ദർഭമെല്ലാം വ്യക്തമാണ്. ആ രണ്ട് സന്ദർഭത്തിലും കസറത്തും ലമ്മത്തും അവിടെ ഉണ്ടാവും. പിന്നെ വേറെ ഒരു അടയാളം കൂടെ കൊടുക്കാൻ വേണ്ടി അറബികൾ മെനക്കെട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്രയും എളുപ്പമായി വേറെ അടയാളം കൂടെ പഠിക്കണ്ട. അപ്പോ ഫത്തഹത്ത് കൊടുക്കേണ്ട സ്ഥാനത്തും കസറത്തും കൊടുത്തു. സയ്യിആതിന, കഫറന്ന സയ്യിആതിന. ആമനു വഅമിലു സ്വാലിഹാതി, ആമനു അവർ വിശ്വസിച്ചു, അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു. എന്തിനെ പ്രവർത്തിച്ചു? സ്വാലിഹാത്തി. അപ്പൊ അമിലു അവർ പ്രവർത്തിച്ചു. അമിലു എന്നത് ക്രിയയാണ്, അതിന്റെ കർത്താവ് ഹും, അതിനകത്തുള്ള ഹുമാണ്. കർമ്മം സ്വാലിഹാത്താണ്. അപ്പൊ ഇവിടെ സ്വാലിഹാത്ത് ലമ്മ വരേണ്ട സ്ഥാനം അല്ല എന്ന് മനസ്സിലായി. ലമ്മത്ത് കൊടുത്തിട്ടില്ല. കസർ വരേണ്ട സ്ഥാനമാണെങ്കിൽ ഒന്നുകിൽ ഇളാഫത്ത് വേണം, അല്ലെങ്കിൽ എന്ത് വേണം? കസർ വരുത്തുന്ന പദങ്ങൾ വേണം. കസർ വരുത്തുന്ന പദങ്ങൾ വേണം. ഇത് രണ്ടും അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? പിന്നെ അവിടെ നെസ്ബ് വരേണ്ട സന്ദർഭമാണ്. ഓക്കെ, അതുകൊണ്ട് അമിലു സ്വാലിഹാത്തി എന്നാണ് പറയുക, അമിലു സ്വാലിഹാത്ത എന്നില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കിയാൽ കഫറന സയ്യിആതന അമിലു സ്വാലിഹാത്ത എന്ന സംഭവം നമുക്ക് വായിൽ തന്നെ ഒതുങ്ങില്ല. ഇത് ഖുർആനിക് ഗ്രാമറാണ്. ഏത് ഖുർആനിക് ഗ്രാമർ പഠിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ? ഖുർആൻ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിരിക്കുന്നത്. അപ്പൊ ആമനു കഫിറന സയ്യിആതിന ആമനു അമിലു സ്വാലിഹാത്തി എന്ന എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ സയ്യിആതന അമിലു സ്വാലിഹാത്ത എന്നൊരിക്കലും വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഗ്രാമർ ചോദ്യം വന്നാൽ എഴുതാൻ എളുപ്പമാണ്. കാരണം ഖുർആനിന്റെ ഉദാഹരണമല്ലേ ചോദിക്കുന്നത്. ഖുർആന്റെ ഉദാഹരണമല്ലേ ചോദിക്കുന്നത്. മിക്ക പലർക്കും ഒരു 50% ആൾക്കാർക്ക് ഇത് കാണാൻ അറിയുന്നുണ്ടാവും, ചോദിക്കുന്ന സൂക്തങ്ങളൊക്കെ. ഓക്കെ, വഖദ് ബയ്യന്നൽ ആയാതി, ബയ്യന്ന നാം വ്യക്തമാക്കി. എന്തിനെ വ്യക്തമാക്കി? അൽ ആയാതി. അപ്പോ ആയാത്ത് കർമ്മമാണ്, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആണെങ്കിൽ ഫത്തഹാണ് വരേണ്ടത്, ഫത്തഹത്താണ് വരേണ്ടത്. ഫത്തഹത്തിന്റെ സ്ഥാനത്താണ് കസ്ർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്. എന്തിനെ പിൻപറ്റരുത്? ഖുതുവാതി. അപ്പൊ ഒബ്ജക്റ്റ് ആണ്. തത്തബിഉ, ലാ തത്തബിഉ എന്നത്, ലാ തത്തബിഉ എന്നത് ക്രിയ. അതിന്റെ കർത്താവ് അൻതും, അതിനകത്തുള്ള അൻതും. കർമ്മം ഖുതുവാത്ത്, കർമ്മത്തിന്റെ അടയാളം ഫത്തഹത്തിന് പകരം കസ്ർ കൊടുത്തിട്ടുണ്ട്. ഖുതുവാത്ത് ശൈത്വാനി, പിശാചിന്റെ കാൽപ്പാടുകൾ. കേട്ടോ? വയുരീക്കും ആയാതിഹി, വയുരീക്കും ആയാതിഹി, വയുരീക്കും അവൻ നിങ്ങളെ കാണിച്ചു തരും. അറ കാണിച്ചു, അറ കാണിച്ചു, റഅ കണ്ടു, അറ കാണിച്ചു. റഅ എന്നതിനെ 5 ഗ്രൂപ്പാക്കി മാറ്റുമ്പോൾ അറ കാണിച്ചു. അറ നമ്മൾ പട്ടിക പിടിച്ചിട്ടുണ്ട്. വയുരീക്കും, അറ കാണിച്ചു, യുരി കാണിക്കും, അവൻ കാണിക്കും, യുരീക്കും നിങ്ങളെ കാണിക്കും. അപ്പൊ കും എന്നത് അറയ്ക്ക് എപ്പോഴും 2 കർമ്മം വേണം. അറയുടെ ഒന്നാമത്തെ കർമ്മമാണ് കും. അറ അവൻ കാണിക്കും, ആരെ? കും, നിങ്ങളെ കാണിക്കും. എന്ത് കാണിക്കും? അല്ലെങ്കിൽ കാണിക്കും? ആയാത്തിനെ കാണിക്കും. അപ്പൊ ആയാത്ത് 2ാമത്തെ കർമ്മമാണ്. അപ്പൊ അതിന് ഫത്തഹത്താണ് വരേണ്ടത്, അതിന് പകരം കസ്ർ കൊടുത്തിരിക്കുകയാണ്. സ്ത്രീലിംഗ ബഹുവചനം ആയിരുന്നു, സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനം ആയിരുന്നു. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനം എഴുതും കേട്ടോ. ഞാനിവിടെ ഹെഡിങ് കൊടുക്കുമ്പോൾ അട്രാക്റ്റീവ് ആകാൻ വേണ്ടി അങ്ങനെ ചുരുക്കി കൊടുത്തു. അതൊരു സംശയം ചോദിച്ചോട്ടെ.
ഇല്ലാ തത്തബിയോ ഖുത്വാത്തി ശൈത്താനിയുടെ ഈ ഖുത്വാത്തിയും ശൈത്താനിയും രണ്ടും 10 വരേണ്ട സ്ഥലമല്ലേ? എന്തുകൊണ്ട്? ശൈത്താന്റെ ഖുത്വാത്ത് ഇന്ത്യ എന്ന് വരുമ്പോ എന്താ അടയാളം വരേണ്ടത്? കസർ. ഇന്ത്യ നിന്നാ കസർ. പിന്നെ ഇത് ഒരേപോലെ അടയാളം വരേണ്ടതല്ല, കാരണം സിഫത്തല്ല, വിശേഷണമല്ല. വിശേഷണമാണെങ്കിൽ ഷെയ്ത്താന് അല്ലുണ്ട്, ഖുത്വാത്തിനും അല്ല് വേണം. വിശേഷണമാണെങ്കിൽ ഒരുപോലെ അടയാളം വരേണ്ടതുള്ളൂ. യുരീക്കും ആയാത്തിഹി, അത് പറഞ്ഞ് മനസ്സിലായോ? അവിടെ ഖുത്വാത്തിൽ തന്നെ നിൽക്കണോ? അത് മോശം ഖുത്വാത്താണ് കേട്ടാ. അത് മോശം ഖുത്വാത്താണെന്ന്, ഷെയ്ത്താന്റെ ഖുത്വാത്താണ്, അവിടെ തന്നെ നിൽക്കരുതെന്ന്. യുരീക്കും ആയാത്തിഹി, അപ്പൊ അവിടെ തന്നെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാവില്ല. യുരീക്കും അറ യുരി, അറ കാണിച്ചു, യുരി അവൻ കാണിക്കും. അതിന്റെ ഒന്നാമത്തെ കർമ്മമാണ് കും, രണ്ടാമത്തെ കർമ്മമാണ് ആയാത്ത്. ആയാത്തിന് കർമ്മമായതുകൊണ്ട് ഫതഹത്താണ് വരേണ്ടത്. അതിന് പകരം സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനമായതിനാൽ കസർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനം എന്ന് തന്നെ എഴുതണം. സ്ത്രീലിംഗ ബഹുവചനം എന്ന് മാത്രം എഴുതിയാൽ പോരാ. ഓക്കെ. വലഖദ് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്തിൻ. വലഖദ് അൻസൽനാ, തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നു. അപ്പൊ അൻസൽനായുടെ കർത്താവ് നഹ്നുവാണ്, ഇലൈക താങ്കളിലേക്ക് അതിന്റെ വിശദീകരണമാണ്. ആയാത്തിൻ എന്തിനെ ഇറക്കി? ആയാത്തിനെ ഇറക്കി. അപ്പോ അത് ആയാത്ത് കർമ്മമാണ്, ഒബ്ജക്റ്റ് ആണ്. അതിനെന്ത് വരണം? ഫതഹത്ത് വരണം. അതിന് പകരമാണ് കസറത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നല്ല, അവിടെ കസറത്ത് തൻവീനാണ്. തജ്വീദ് അനുസരിച്ച് ആയാത്തിൻ, തിന്നിന് ശേഷം ബാ വന്നാൽ ഇം ആക്കി മാറ്റണം. അതുകൊണ്ടാണ് അവിടെ തിന്നിന് പകരം ഒരു കസരം കൊടുത്തിട്ട് മീം കൊടുത്തിരിക്കുന്നത്. ആയാത്തിൻ ബയ്യിനാത്ത്. ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ ആയാത്തിനും ബയ്യിനാത്തിനും ഒരേ അടയാളങ്ങളാണ്. കാരണം ആയാത്ത് ഇറക്കി. എങ്ങനെയുള്ള ആയാത്ത്? സുവ്യക്തങ്ങളായ കേട്ടോ, സുവ്യക്തങ്ങളായ ആയാത്ത്. ഈ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് സുവ്യക്തങ്ങളായ ആയാത്ത്, കിതാബൻ മുബീനിൻ, സുവ്യക്തമായ ഗ്രന്ഥം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിലെ ഗ്രാമറും അതിന്റെ ലാംഗ്വേജും സുവ്യക്തമാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ സുവ്യക്തമാണോ എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ചോദിച്ചാൽ സുവ്യക്തമാണെന്നാണ്. ഒരു ക്രിസ്റ്റലിന്റെ അടിയിലിരിക്കുന്ന വ്യക്തമായി കാണാവുന്നത് പോലെ സുവ്യക്തമാണ് ഇതിലെ ഭാഷ. അറബിയൻ ഗൈറ ദീ ഇവജിൻ എന്നാണ്. ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജിൻ. അതേപോലെ വലം യജ്അൽ ലഹു ഇവജ, നമ്മൾ ഇമ്പോസിഷൻ പോലെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലം യജ്അൽ ലഹു ഇവജ, ദർ ഇസ് നോ കോംപ്ലിക്കേഷൻ, ഒരു വളവും തിരിവുമില്ലാന്ന്. ഈ ആഴ്ച വായിച്ചോ? എവിടെയാണെന്നറിയില്ല. വലം യജ്അൽ ലഹു ഇവജ. അൽക്കഹഫ് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും വായിക്കുന്നുണ്ടാവും. ഇമാം മിമ്പർ കയറുന്നതിന് മുമ്പ്, അത് മിമ്പർ കയറുന്നതിന് മുമ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റും. ഓക്കെ. അപ്പോ എന്താണ്? ക്ലിയർ ആണ്. വലഖദ് അൻസൽനായിലേക്ക് ആയാത്തിൻ ബയ്യിനാത്ത്. അപ്പൊ സ്ത്രീകളുടെ കാര്യം വളരെ എളുപ്പമാണ്. അവിടെ ഫതഹ അവിടെ ഉണ്ടാവും, ലമ്മും അല്ല, ഫതഹ അല്ല, കസ്റ അവിടെ ഉണ്ടാവും, ലമ്മ അവിടെ ഉണ്ടാവും. ഫതഹ വരേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യും? ഫതഹിന് പകരം കസ്റ കൊടുക്കും. ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉപസംഹരിക്കാം. സുരക്ഷിത ബഹുവചനങ്ങൾ ഇവിടെ കൊണ്ട് സുരക്ഷിതമായി നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങളും പുല്ലിംഗ സുരക്ഷിത ബഹുവചനങ്ങളും എല്ലാം ആയി. ഓക്കെ. ആർക്കും എന്താ സംശയം ഉണ്ടോ? ഇനി ഇത് 1-2 പ്രാവശ്യം കേട്ട് നോക്കണം കേട്ടാ. കേട്ട് നോക്കിയിട്ട് ഇതിൽ പറഞ്ഞ സൂക്തങ്ങളുടെയൊക്കെ അർത്ഥം പഠിച്ചേക്കണം. ഇനി അഥവാ പരീക്ഷയ്ക്ക് വന്നാലും അർത്ഥം വെച്ചെങ്കിലും എഴുതാൻ പറ്റും. നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അർത്ഥം വെച്ചുകൊണ്ടാണ് ഡോക്ടറിനെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചത്.
ഡോക്ടറിന് പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞു. പിശാചിന്റെ കൽപ്പാട് വന്നു. അപ്പൊ അവിടെ ഖുതുവാത്തി ഷെയ്ത്താനി. അപ്പൊ രണ്ടു ഒരേപോലുള്ള അഴവല്ല കേട്ടാ. ഖുതുവാത്തി ഷെയ്ത്താനി കാണുമ്പോൾ രണ്ടും കെസറാണ്. പക്ഷേ ഒന്നാമത്തേത് ഫത ചെയ്യപ്പെട്ടതും രണ്ടാമത്തേത് കെസ ചെയ്യപ്പെട്ടതും. അതാണ് ഖുതുവാത്തി ഷെയ്ത്താനിന്റെ പ്രത്യേകത. ആയാത്തിൻ ബയ്യിനാത്ത് രണ്ടും ഇതല്ലേ, 10 പകരം വന്നല്ലേ? രണ്ടും 10 പകരം വന്നാണ്. അത് ഞാൻ പറഞ്ഞു ഡോക്ടറെ. നിങ്ങൾ അപ്പുറത്തുനിന്ന് വരാൻ വൈകിക്കൊണ്ട് ഇപ്പുറത്ത് വീണ്ടും യുരീക്കും ആയാത്ത് എനിക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത്. ഡോക്ടറിന് വേണ്ടിയാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തത്. ആയാത്തിൻ യുരീക്കും ആയാത്തി. ആയാത്ത് തൻവീനാണ്, കസറുള്ളതാണ്. പ്രത്യേകം കസർ തൻവീനുണ്ട്. തജ്വീദനുസരിച്ചാണ് അവിടെ നിയമിട്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ വിശേഷണമാണ് ബയ്യിനാത്ത്. ആയാത്തിന്റെ വിശേഷണമാണ് ബയ്യിനാത്ത്. ഇങ്ങനെയുള്ളതായ ആയാത്ത്, സുവ്യക്തമായ ആയാത്ത്. എന്നിട്ടാണ് നമ്മൾ സുവ്യക്തമായ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുബീനും കിതാബും മെജാലിന്റെ വൈജയൊക്കെ പറഞ്ഞു. ഇത് നേരത്തെ എടുത്തിട്ടുണ്ടാ സുൽഫിക്കർ? സുൽഫിക്കർ ഇത് നേരത്തെ എടുത്തിട്ടുണ്ടാ? സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതും എടുത്തിട്ടുണ്ട്. ആ. ഓക്കെ, അപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ അടുത്ത ആഴ്ച അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. എടുത്തിട്ടുണ്ട്. വേറെ ആരാ? ഫഹീം. ഫഹീം നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഫഹീം. നിങ്ങളുടെ ബാച്ചിലുള്ള വേറെ ആരുണ്ട് ഇതില്? മുസ്തഫ. മുസ്തഫ സാർ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു? നേരത്തെ എടുത്തായിരുന്നു അത്? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച എനിക്ക് ധൈര്യമായിട്ട് അടുത്ത ഭാഗം എടുക്കാം. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തേക്ക് ഇത് മതിയല്ലോ? മതി, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് ഇത്രയും കേട്ടപ്പോഴത്തേക്ക് കുറെ കൂടെ എന്താ പറയാ, ഖുർആൻ മനസ്സിലാക്കാൻ ഒരു നല്ല ഒരു താല്പര്യം ഉണ്ടായോ? ഒരു അറബി ഭാഷ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയോ? അറബിക് ലാംഗ്വേജ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ലാംഗ്വേജ്. വേറെ ഓഫ് കോഴ്സ് മാഷാ അല്ലാഹ്, വേറെ ലാംഗ്വേജിലൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ എൻജോയ്മെന്റ് ഈ ഭാഷയ്ക്കുണ്ട്, ഒരു താളാത്മകത. അല്ലാഹു അതിന്റെ ചൈതന്യത്തോടു കൂടി അറബി ഭാഷ പഠിക്കാനും അത് ഖുർആൻ മനസ്സിലാക്കാനാണ് എന്ന നിയത്തിൽ ആക്കി തീർക്കാനും, ഖുർആൻ അത് മുഖേന വായിക്കാനും പഠിക്കാനും, ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാനും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ച് ചോദിച്ചാലും അറിയുന്നതിനേക്കാളും ഖുർആനിക് ഗ്രാമർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പരിശോധിച്ച് നോക്കുക. നിങ്ങൾ ഒരു അറബി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് വിളിച്ചിട്ട് പരിശോധിച്ച് നോക്കുക, ഇന്ന സംഭവം ഇന്നതാണ്. നമുക്ക് അറിയണമല്ലോ. ഞാൻ അറബി കോളേജിൽ പിന്നെ എന്താ പറയാ പഠിപ്പിച്ചിട്ടില്ല. അപ്പോ അവരുടെ പശ്ചാത്തലമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വെച്ച് നോക്കുന്ന ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഡീപ്പായിട്ട് കൃത്യമായി പഠിക്കാൻ സാധ്യത കുറവാണ്. മാത്രമല്ല അവർ പേരൻസ് അയച്ചിട്ട് പഠിക്കുന്നതാണ്. പേരൻസ് അയച്ചിട്ട് പഠിക്കുമ്പോൾ അതിൽ 50% മാത്രമേ അബ്സോർവ് ചെയ്യൂ. നമ്മൾ പഠിക്കുന്ന എല്ലാം എന്താണ്? സ്വമേധയാ പഠിക്കുന്നതാണ്. എല്ലാ സ്റ്റുഡൻസ് ഇപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്ത് ഇത്രയും പേര് കയറി, ഇവരെല്ലാം പഠിക്കണമെന്ന്. ഇപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒരാൾ മെസ്സേജ് അയച്ചു, ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ്സാണ്, പക്ഷേ ഞാനിപ്പോൾ ഒരു മരിപ്പ് വിട്ട് നിൽക്കുകയാണ്, ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് ലിങ്ക് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ്, അവരെല്ലാം താല്പര്യം സ്വന്തം ഇഷ്ടത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് അവിടെ തന്നെ ഉറച്ച് നിൽക്കുകയും ചെയ്യും, കൃത്യമായി പഠിക്കുകയും ചെയ്യും, ഉറച്ച് നിൽക്കുകയും ചെയ്യും. വീണ്ടും റെഫർ ചെയ്യണമെന്നൊക്കെ തോന്നും, വീണ്ടും കേട്ട് വേണമെന്നൊക്കെ തോന്നും. അപ്പോൾ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ലിങ്കിലും എല്ലാം ഈ ബക്കറ ഗ്രൂപ്പിലും ഈ ഡയമണ്ട് ഗ്രൂപ്പിലും ഇടും. സൺഡേ ഗ്രൂപ്പിലും ബക്കറ ഗ്രൂപ്പിലും ഇതിന്റെ എല്ലാം ലിങ്ക് ഇടുന്നുണ്ട്. അതിന്റെ ഏതിനാ മുകളിലും താഴെയൊക്കെ വരുന്ന ഡീറ്റെയിൽ ഒക്കെ ചിലപ്പോൾ സമയം അനുസരിച്ച്
ആയിരിക്കും ഇടുക. ചിലപ്പോൾ വെബിനാർ എന്ന് പറഞ്ഞിട്ട് ലിങ്കിട്ടായിരിക്കും, ഒരു പിക്ചറിട്ടായിരിക്കും ഇപ്പൊ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. കാരണം പഴയ ഡീറ്റെയിൽ ഒക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അപ്പൊ അടുത്ത പണിക്ക് വേണ്ട സമയമാവും. അപ്പൊ അതുകൊണ്ട് ലിങ്ക് പോസ്റ്റ് ചെയ്യുക എന്നതാണ് ഞാൻ നോക്കും. ഇത് കൺവെർട്ട് ചെയ്ത് തീരാൻ വേണ്ടി ഒരു 15 മിനിറ്റ് എടുക്കും, 10-15 മിനിറ്റ് എടുക്കും. കൺവെർട്ട് ചെയ്ത് തരുന്നാൽ പോസ്റ്റ് ചെയ്യും. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ആഴത്തിലുള്ള അറിവ് ഭാഷയിലും ഖുർആനെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവ് നൽകണമേ അല്ലാഹ്. അത് പ്രയോജനപ്രദമായ അറിവാവുകയും ആ അറിവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അത് മുഖേന ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും അതിൻ്റെ ചൈതന്യത്തോടു കൂടി, ഖുർആന്റെ ചൈതന്യത്തോടു കൂടി, ഒരു പരിഭാഷ വായിക്കുന്ന ചൈതന്യമല്ല, ഖുർആൻ നേരെ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുള്ള ആ ചൈതന്യത്തോടു കൂടി ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ ആ പ്രകാശം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പരത്താനും അത് മുഖേന ഇസ്ലാമിലെ ജനങ്ങൾക്ക് മറ്റു ജനങ്ങൾ ഇഷ്ടപ്പെടാനും. മുസ്ലിങ്ങൾ പല രാഷ്ട്രങ്ങളിലേക്കും കടന്നു വന്നു എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ കടന്നു വന്ന രാഷ്ട്രങ്ങളിൽ അവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത പ്രജകൾ എന്താ പറഞ്ഞിരുന്നത്? ഇതാ വരുന്നു അവർ ഈ അമുസ്ലിം പ്രജകളായിക്കൊണ്ട് തന്നെ, മുസ്ലിങ്ങളല്ലാത്ത അവസ്ഥയിൽ തന്നെ അവർ അവരുടെ വീടിന്റെ മേലാപ്പുകളിൽ കയറി നിന്നുകൊണ്ട് പറയും, ഇതാ വരുന്നു അവർ. തമ്പുരാനെ, എവിടെ തമ്പുരാനെ, ഇത് ആരാ വരുന്നത്? മലക്കുകളാണോ വരുന്നത് എന്നാണ് അവർ ചോദിച്ചത്. ആരെക്കുറിച്ചാ? മുസ്ലിം സൈന്യത്തെ കുറിച്ച്. മുസ്ലിം സൈന്യത്തെ കുറിച്ച്, ഒരു മുസ്ലിമിനെ കുറിച്ചല്ല. മുസ്ലിം സൈന്യം വരികയാണ് അവരെ കീഴടക്കിക്കൊണ്ട്, അവരുടെ ക്രൂരന്മാരായ ഭരണാധികാരിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവർക്ക് നല്ല സമാധാനപൂർണമായ രാഷ്ട്രവും ഭരണവും കാഴ്ചവെച്ചുകൊണ്ടാണ് അവർ മുസ്ലിങ്ങളിലേക്ക് അമുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് കടന്നു വന്നത്. മുസ്ലിം സൈന്യം വരുമ്പോൾ അപ്പൊ അവർ സന്തോഷിക്കുകയാണ് ചെയ്തത്. ഈ ക്രൂരന്മാരായ അടിച്ചമർത്തിയിരുന്ന ഭരണാധികാരികളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ ലഭിച്ചു. എന്നിട്ട് മുസ്ലിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവർ ഉത്തമ പ്രജകളായി അവിടെ സമാധാനത്തോടുകൂടി ജീവിച്ചു. ഒരു സുപ്രഭാതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ചില രാഷ്ട്രങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പിൻവാങ്ങേണ്ടി വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആ അമുസ്ലിം പ്രജകളിൽ നിന്നും അവരെന്ത് ചെയ്തു? അവർ കരം സ്വീകരിച്ചിരുന്നു. അവർ കരം സ്വീകരിച്ചിരുന്നത് ആ മുസ്ലിം രാഷ്ട്രം തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ സുരക്ഷിതത്വം ഓഫർ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ അവസ്ഥയിൽ നിങ്ങൾ തന്ന ടാക്സ് ഞങ്ങൾ തിരിച്ചു തരികയാണ്. ഏത് രാഷ്ട്രമാണ്, ഏത് സ്റ്റേറ്റാണ് തിരിച്ചു കൊടുക്കുന്നത്? എങ്ങനെ? ഞങ്ങൾക്കിപ്പോൾ സുരക്ഷിതത്വം തരാൻ കഴിയുന്നില്ല, ഞങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പിൻവാങ്ങുന്നു, നിങ്ങളുടെ ടാക്സ് തിരിച്ചു തരികയാണ്. അങ്ങനെ സന്തോഷിച്ചവരായിരുന്നു മുസ്ലിം പ്രജകൾ. ആ രീതിയിൽ ഇസ്ലാമിന്റെ പ്രകാശം നാം ജീവിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇലൽ ലിഖാ ഫീ അമാനില്ലാഹ്. അസ്സലാമു അലൈക്കും.